ക്രിസ്തുമസിൻ്റെ വരവറിയിച്ചുകൊണ്ട് കാരൽ സംഘങ്ങൾ ഓരോ വീടുകളിലും ക്രിസ്തുമസിൻ്റെ സന്ദേശം അറിയിക്കുകയാണ്. രാത്രികാലങ്ങളിൽ സാന്റാക്ലോസും കൊച്ചു മാലാഖമാരുമായി ഇതാ ഈ കാരോൾ സംഘങ്ങൾ ഓരോ വീടുകളിലും കയറി ഇറങ്ങുകയാണ്. ആട്ടിടയന്മാരും മാലാഖമാരും ഉൾപ്പെടുന്ന സംഘമാണ് ഇപ്പോൾ കൊല്ലത്ത് തോപ്പിൽ സെൻറ്റ് സ്റ്റീഫൻസ് ചർച്ചിലെ അംഗങ്ങളാണ് ഇപ്പോൾ ഈ കാരൽ സംഘങ്ങളോടൊപ്പം ഉള്ളത്. അവരുടെ നേതൃത്വത്തിലാണ് ഇടവകയിലെ ഓരോ വീടുകളിലും മറ്റു വീടുകളിലും എത്തി ക്രിസ്തുമസിൻ്റെ സന്ദേശം അറിയിക്കുന്നത്. കൊച്ചു കുട്ടികളുടെ നൃത്തങ്ങളാണ്. ഈ മനോഹരമായ പാട്ടും നൃത്തങ്ങളുമായിട്ട് ഓരോ വീടുകൾ കയറി ഇറങ്ങി ക്രിസ്തുവിൻ്റെ ജനന സന്തോഷം അറിയിക്കുക, ക്രിസ്തുമസിൻ്റെ സന്ദേശം അറിയിക്കുക എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പപ്പയും ഒപ്പം മാലാഖമാരുമുണ്ട്, ആട്ടിടയന്മാരുമുണ്ട്. അവർ ആട്ടിടയന്മാരും മാലാഖമാരും കൂടെ ചേർന്ന് ഇതാ ഒരു കൂട്ടം കുട്ടികളോടൊപ്പം നമ്മൾ ഈ ക്രിസ്തുമസ് കാരോൾ സംഘങ്ങളോടൊപ്പമാണ് ഇപ്പോൾ പാട്ട്. പപ്പേ എപ്പോൾ വന്നു? ഞങ്ങൾ 7 മണിക്ക് ഇറങ്ങിയതാ. 7 മണിക്ക് ഇറങ്ങിയതല്ലേ? 7 മണിക്ക് ഇറങ്ങിയത്. ഈ ക്രിസ്തുമസിന്റെ സന്ദേശം അറിയിക്കാൻ എപ്പോൾ വന്നു? നല്ല ഹാപ്പിയാണ്. എല്ലാവരോടും എന്താ പറയാനുള്ളത്? എല്ലാവരോടും ഹാപ്പി ക്രിസ്മസ് എന്ന് പറയാനുള്ളത്. പപ്പേ എന്തെങ്കിലും പറയാനുണ്ടോ? ഹാപ്പി ക്രിസ്മസ്. അതെ, പപ്പയ്ക്ക് വന്നേ. പപ്പന്മാരൊക്കെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് വൈബിലാണ്, വേറെ വൈബാണ് അല്ലേ? പപ്പയ്ക്ക് എന്തെങ്കിലും സന്ദേശങ്ങൾ നൽകാനുണ്ടോ? അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. കൊച്ചു കുട്ടികളുണ്ട്. മക്കളെ എത്രയല്ലേ പഠിക്കുന്നേ? 7th. ഏത് സീസൺ? എന്തിനാ എത്രയല്ലേ പഠിക്കുന്നേ? 7th. നിങ്ങൾ കാരോൾ സംഘം പാട്ട് പാടുന്നു പള്ളിയിൽ? ഒരു ക്രിസ്മസിന്റെ ഒരു പാട്ട് പാടി തരുമോ? എന്താ സ്മാർട്ട്! ഒരു പാട്ട് പാടിക്കേ. Jingle bells jingle all the way, all the Santa is children, the buttons of his way. Hey, jingle bells jingle all the way, all the Santa is children, the buttons of his way. അടിപൊളി. എന്താ പേര്? റിതു. ഇയാളുടെ പേരോ? അടിപൊളി പേരൊക്കെ ആയിട്ട് നമുക്ക് പള്ളിയിലെ അച്ഛനോട്, വൈദികനോട് ഈ സന്ദേശത്തെ കുറിച്ച് ചോദിക്കണം. അച്ഛാ, കരോളൊക്കെ തുടങ്ങിയല്ലേ? കരോളൊക്കെ തുടങ്ങി. 2024 ക്രിസ്മസിൻ്റെ വരവിനെ അറിയിച്ചുകൊണ്ട് സെൻറ്റ് സ്റ്റീഫൻസ് ചർച്ച് തോപ്പിലെയും അതുപോലെ തന്നെ ഡോൺ ബോസ്കോ യൂത്ത് സെൻ്ററിലെയും മെമ്പേഴ്സ് കൂടി ഒരുക്കുന്ന ക്രിസ്മസ് കരോൾ സോങ്സ് ആണ് ഇത്. 3 ദിവസമായി. ഇനിയും പല ദിവസങ്ങളിലും ഓരോ വീടുകളിലും ചെന്ന് അവരുടെ ക്രിസ്മസിൻ്റെയും ആ ക്രിസ്മസിൻ്റെ സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ ജോയസും അറിയിക്കുന്ന ഒരു സന്ദേശമായിട്ട് എല്ലാ വീടുകളിലും കയറിയിറങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മക്കളോട് കൂടിയല്ലേ? എല്ലാവരും ഉണ്ട്. കൊച്ചുമക്കൾ മുതൽ പ്രായമായവർ വരെയുള്ള ഒരു ഗ്രൂപ്പാണ് ഞങ്ങളോടൊത്തുള്ളായിരിക്കുന്നത്. അവരെല്ലാവരെയും കൂട്ടിക്കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. സൂപ്പർ. മേരിയുടെ മേരി, അയ്യോ മേരി, ഇതാണ് മേരി. മേരി മേരി എത്രയല്ലേ പഠിക്കുന്നത്? 1ാം ക്ലാസ്സിലെ നമ്മുടെ ഔസപിതാവും മാതാവുമാണ് ഉള്ളത്. ഔസപിതാവും മാതാവുമാണ്. ഇവര് രാത്രി നേരം വെളുക്കുന്നവരെ ഇങ്ങനെ കരോളിൻ്റെ ആ ഒരു വൈബിലാണ് എല്ലാവരും തന്നെ. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വീടുകളിലും ഇങ്ങനെ കരോൾ. പപ്പേ എന്തൊക്കെയുണ്ട്? എങ്ങനെ കരോളൊക്കെ എങ്ങനെ പോകുന്നു? കരോളൊക്കെ വളരെ അടിപൊളിയായിട്ട് പോകുന്നു. ഞങ്ങൾ 5 ദിവസത്തെ പ്രോഗ്രാമാണ് എല്ലാ വർഷവും വെക്കുന്നത്. ഈ വട്ടം അതേപോലെ തന്നെയാണ്. പിള്ളേരൊക്കെ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. എന്തായാലും റിപ്പോർട്ടർ ചാനലിൽ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. പപ്പയെ കണ്ട? പപ്പയെ കണ്ട്. ഇഷ്ടായി? സൂപ്പർ. ഉമ്മ പപ്പയെ കണ്ട? സൂപ്പർ. ഇങ്ങ് വാങ്ങമ്മ, എന്നാ ഇവിടെ ഒളിച്ചിരിക്കുകയാണോ? സൂപ്പർ അല്ലേ ചേട്ടാ? ക്രിസ്മസ് ഒക്കെ എങ്ങനെയാ ക്രിസ്മസ്? ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. തുടങ്ങാല്ലേ നമുക്ക് അങ്ങോട്ട്? ഉമ്മ എങ്ങനെയുണ്ട്? പപ്പയെ കണ്ടു? ഇഷ്ടായോ? ക്രിസ്മസ് നമുക്ക് അടിച്ചു പൊളിക്കാറുണ്ടോ? ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും ക്രിസ്മസ്. നിനക്ക് ഹാപ്പി ക്രിസ്മസ് അല്ലേ? ഗംഭീര. എല്ലാവരും ആ ക്രിസ്തുമസിൻ്റെ ഓളത്തിലാണ്. മഞ്ഞ് കൊണ്ടുകൊണ്ട് ഓരോ വീടുകളിലും എത്തി ഇങ്ങനെ അടിച്ച് പൊളിച്ച് ക്രിസ്തുമസിൻ്റെ പാട്ടൊക്കെ പാടി വീടുകളിലെത്തി ക്രിസ്തുമസിൻ്റെ സന്ദേശം അറിയിക്കുകയാണ്. കയ്യിലൊപ്പം ഒരു കുഞ്ഞു ഈശോയും കൊണ്ടാണ് ഇവർ വീടുകളിലെത്തിക്കുന്നത്. 25-ാം തീയതി രാത്രി കുർബാനയോടുകൂടെ
ക്രിസ്തുമസിൻ്റെ ആഘോഷം അന്നാണ് ക്രിസ്തുമസിൻ്റെ ആഘോഷമായ കുർബാന തുടങ്ങുന്നത്. പിന്നീട് 25-ാം തീയതി പകൽ ക്രിസ്തുമസ് ആഘോഷിക്കുകയും ചെയ്യും. വീഡിയോ ജേർണലിസ്റ്റ് എസ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.